ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ മരിയാസ് വേൾഡ്. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ആക്കുക, ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഇന്ന് നമ്മൾ ഉരുക്കെണ്ണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഉരുക്കെണ്ണ ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ തേങ്ങ പാലെടുത്തിട്ട് അതിനെ ഉരുക്കി എണ്ണയാക്കുന്നത്. ഇത് എൻ്റെ കുഞ്ഞിന് തലയിൽ തേക്കാനാണ് കേട്ടോ. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പറയല്ലേ, അതാണ് കേട്ടോ. ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും എവിടെന്നെങ്കിലും ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ച് കാച്ചി അങ്ങ് തേച്ച് കൊടുത്താൽ പോരെ. ബട്ട് ഉരുക്കെണ്ണ എന്ന് പറയുന്നത് നല്ലതാണെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി മെനക്കേടാണെന്നുണ്ടെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനൊരു 5 വലിയ തേങ്ങയാണ് കേട്ടോ എടുത്തത്. നോർമലി ഞാൻ 3 എടുക്കുന്നത്. ഇത്തവണ കുറച്ച് കൂടുതൽ വേണമായതുകൊണ്ടിട്ട് 5 എടുത്തത്. അവസാനത്തെ ഇപ്പോൾ ഇച്ചാൻ വന്നൊന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതെ, ഞാൻ 4.5 കൈസ് തിരികിയത്. അവസാനത്തൊന്നും എന്നോട് പറഞ്ഞതാണ് ലാസ്റ്റ് ഞാൻ തിരുവി തരാമെന്ന്. അങ്ങനത്തെ പുള്ളി കുറച്ച് തിരികെ തന്നു. അങ്ങനെ എല്ലാം 5 തേങ്ങയും തിരികിയിട്ട് അടുത്ത നമ്മളുടെ ഇതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഞാനിപ്പോൾ 2ാമത്തെ ജാറിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നമ്മുടെ 2ാമത്തെ ജാറിൽ അത് ആടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, നല്ല രീതിക്ക് ആടാൻ ആവശ്യം എത്ര വെള്ളം വരുന്നോ അത്ര വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആട്ടിയെടുക്കാം. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 4 5 പ്രാവശ്യമായിട്ടാണ് ഇത്രയും 5 തേങ്ങ ആട്ടിയെടുത്തത് കേട്ടോ. നല്ല അരങ്ങി വരുവാണെങ്കിൽ നമുക്ക് ഒത്തിരി തേങ്ങാപ്പാൽ കിട്ടും. അതായത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലാണ്ട് ചിലർ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ എടുക്കുന്നതുണ്ട്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിക്സിയിലാണ് എടുത്തത്. മിക്സിയിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ വലിയൊരു അരിപ്പയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ എന്തായിരുന്നാലും എല്ലാം നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാനിതേ ഒരു വൈറ്റ് കളർ തുണി, ഇത് കുഞ്ഞിൻ്റെ ഓണത്തിന് എങ്ങാണ്ട് എടുത്ത തുണിയാണ് കേട്ടോ. അത് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്നോണ്ട് ഞാൻ അതിനെ തന്നെ അങ്ങ് എടുത്തത്. നല്ലൊരു വെള്ള തോർത്തിലോ എങ്ങാനും വെച്ചിട്ട് നമുക്ക് അതിനങ്ങ് നല്ല പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിപ്പം ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ. അതേ പിന്നെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കളഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് അങ്ങനെ അങ്ങ് ആ ഒരു ഡേ പോയി. ഇതിപ്പം ഞാൻ ഇന്ന് രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് രാത്രി തേങ്ങ തിരികെയിട്ട് ഇന്ന് രാത്രി തന്നെ തേങ്ങാപ്പാലെടുത്ത്. ആക്ച്വലി എനിക്ക് പറ്റിയ അബദ്ധം, ഇത് താഴെ ഫ്രീസറിലല്ല വയ്ക്കേണ്ടിയിരുന്നത്, താഴെയായിരുന്നു. ഞാൻ എന്ത് ബോധത്തിലാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ഇതിനങ്ങടുത്ത് ഫ്രീസറിൽ വെച്ചു. നോർമലി നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊരു പാട ഇങ്ങനെ കിട്ടും കേട്ടോ. അതായത് നമ്മൾ നോർമലി താഴെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഫ്രണ്ടിലൊരു പോർഷൻ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഐസ്ക്രീം പോലെ ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലൊരു തട്ട് പോലെ കിട്ടും. ബട്ട് ഇത്തവണ എനിക്ക് ഫ്ലോപ്പായി. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കിട്ടി. ഇത്തവണ ഫുൾ ഐസായിരുന്നു. ചിലപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഐസ് കുറേ ഇങ്ങനെ എടുത്ത് പിന്നെ അകത്ത് ഇങ്ങനെ കുത്തിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് കളഞ്ഞു. മേലത്തെ പോർഷൻ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ ഇത് കണ്ടില്ല, ഇതൊക്കെ ഐസായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായി. ഇതിപ്പോൾ ഞാനൊരു 3-4 പാത്രത്തിലാക്കിയാണ് കേട്ടോ വെച്ചത്. നമുക്കിപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് മൂലം അതൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിടുന്നതായിരുന്നു നല്ലത്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ കേട്ടോ, ഗ്യാസിൽ തന്നെ കേട്ടോ. എനിക്കൊന്നൊരു 4 hours 3 hours പ്രോസസ്സായിരുന്നു ഇത് മൊത്തത്തിൽ. എത്രയും നേരം ഞാൻ നിന്ന് ഇളക്കി. അതായത് നമ്മളിപ്പം വലിയ ചട്ടിയിൽ പുറത്തൊക്കെ അടുപ്പ് കൂട്ടിയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പ്രോസസ്സ് നമുക്ക് വേണ്ട. ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നത് നമുക്ക് വേണ്ട. ഡയറക്റ്റ് നമ്മൾ ആട്ടുന്നു. അതായത് നമുക്ക് നിറയെ വെള്ളം വരത്തില്ല. ആ വെള്ളം കുറച്ചൊന്ന് പോയി അത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പാട മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ വെള്ളം താഴോട്ട് പോയിട്ട് മേലെ ആ പാട വരും. ഞാനിതൊരു ഷോർട്സിൽ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ ഫ്രീസറിൽ വച്ചതുകൊണ്ടാണ് ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ സാധനം കിടക്കുന്നത്. മറ്റത് മുന്നേ ചെയ്തതിൽ നമ്മൾ ആ മേലത്തെ പാട മാത്രം എടുക്കുമ്പോൾ ആ പാട മാത്രം നമുക്ക് പെട്ടെന്ന് എണ്ണയായിട്ട് കിട്ടും. പക്ഷേ ഇതിപ്പോൾ നിറയെ ഉള്ളത് പറഞ്ഞാൽ ഞാൻ കുറേ ടൈം എടുത്തു കേട്ടോ. പിന്നെ ഇത്രയും മെനക്കെട്ട് തേങ്ങ തിരികെ ആട്ടിയത് കൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കളഞ്ഞിട്ട് വേറെ എടുക്കാമായിരുന്നു. ഇത്രയും മെനക്കെട്ട സ്ഥിതിക്ക് ഇനി കളയാനുള്ളൊരു മടി. അതേ ഇത് കണ്ടില്ലേ, നല്ല തിളവന്ന് ഇങ്ങനെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിലൊന്നും ആകാത്ത രീതിക്ക് ഇങ്ങനെ ഇളക്കി ഇടുന്നുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഇങ്ങനെ ഈ പാത്രം നിറച്ചിരിക്കുകയില്ലേ, അപ്പം നിങ്ങൾക്ക് തോന്നും ഈ പാത്രം നിറച്ച എണ്ണ ഇപ്പം കിട്ടും. ഒന്നുമില്ല കേട്ടോ, ഞാൻ അവസാനം കാണിക്കാം ഈ പാത്രം നിറച്ച് എവിടെ നിന്നാണ് എനിക്ക് എണ്ണ കിട്ടുന്നതെന്നുള്ളത്. ഇതിപ്പം ഓരോ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതിൻ്റെ അകത്തുള്ള വെള്ളം കുറച്ച് ഞാൻ പറഞ്ഞില്ല, വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് അത് വറ്റാനുള്ളൊരു ടൈം വേണം. ആ ഒരു ടൈമാണ് ഇപ്പോൾ ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ വറ്റി അവസാനം ഞാൻ വിചാരിച്ചു ഇത് ഫ്ലോപ്പായി വരത്തില്ലേ, കാരണം കുറേ ഒന്നിങ്ങനെ എന്താ പറയുക എണ്ണ ഇടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് പിന്നെ അതങ്ങ് പോയി. അപ്പം ഞാൻ ഫ്ലോപ്പായോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ തോന്നുന്നു 3ാമത്തെ പ്രാവശ്യം ഞാനിത് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം കുഴപ്പമില്ല, ഞാനൊരു 2-3 തേങ്ങ. ലാസ്റ്റ് ടൈം 2ാമത്തെ പ്രാവശ്യം 3 തേങ്ങയായിരുന്നു. അതും ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം കുറച്ചൊന്ന് ഫ്ലോപ്പായത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോഴത്തേനും നല്ല മണമാണ്. ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി ഇത് കണ്ടില്ലേ,
ഒരു പശ പോലെ ഇങ്ങനെ ആ സാധനം അടിയിലുള്ള സാധനം ഇങ്ങനെ വന്നിട്ട് എണ്ണയുടെ മണവും നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കണ്ട് നമ്മുടെ ആ ഒരു വലിയ ചട്ടി നിറച്ച് നമ്മൾ വച്ചതാണ്. അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഗൈസ്, ഇത്രയായി. ഇനിയിപ്പോൾ അതെ ഇത് കണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ ലൈവ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ പിള്ളേർ പറയണ്ട, ചേച്ചി ഇന്ന് വല്ലതും കിട്ടും. അത് ഞാൻ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് ഒഴിക്കാനായിട്ട്. വലിയ ആ ഒരു പാത്രം എനിക്കൊന്നൊരു അത്രയും പാത്രത്തിൽ നിന്ന് എത്ര എണ്ണ കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് അരിപ്പ എടുക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് അരിപ്പ എടുത്ത് അപ്പോൾ ഒഴിക്കുന്ന സ്പീഡിൽ അത് ഉരുകിപ്പോവും. പിന്നെ ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഇതിങ്ങനെ വിട്ട് വരും. എണ്ണ ഇങ്ങനെ വിട്ടിട്ട് ഇത് ഈ തരി ഇതുപോലെ വരും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ചെറുതായിട്ട് ഞാൻ ആ പൊടികളൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക, ഞാൻ ഞരക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു എണ്ണ എന്തെങ്കിലും കയറിയിരിപ്പുണ്ടോ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ കണ്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞ് ഈ ഒരു ടെക്സ്ചർ നമുക്ക് തരി പോലെ കിട്ടും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മളിത് പതുക്കെ നല്ല ചൂടുണ്ട്, ഞാൻ ചൂടോടെ തന്നെ പതുക്കെ എടുത്ത് ഒഴിച്ച് വയ്ക്കുവാണ് പാത്രത്തിലോട്ട്. പതുക്കെ ഞാൻ ഇതിൽ ഓരോ തുള്ളിയും കളയാണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു 3-4 ദിവസം ഈ പാത്രം ഞാൻ ചരിച്ച് വെച്ച് അതിൻ്റെ അവസാന തുള്ളിയും ഞാൻ എടുത്തിട്ടാണ് ഞാൻ ഈ പാത്രം കഴുകി വെച്ചത്. എനിക്കൊന്ന് 3-4 ദിവസം എടുത്തു ഈ പാത്രം ഞാൻ ചരിച്ച് ഇപ്പം ഞാൻ ഫുൾ ഒഴിച്ചിട്ട് ഒരു 3-4 ദിവസം ഈ പാത്രം ചരിച്ച് വെച്ച്. അപ്പോൾ ഇന്ന് കുറച്ചായിട്ട് ഇങ്ങനെ ഇറ്റിറ്റ് വരില്ലേ, അതൊക്കെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഈ പാത്രത്തിനകത്തോട്ട് തന്നെ വെച്ചിട്ട് ഒരു 4 ദിവസം കൊണ്ടാണ് ഞാൻ കുപ്പി വാങ്ങി അതിനകത്തോട്ട് വെച്ചത്. നമ്മുടെ ഓയിലൊക്കെ ഒഴിക്കത്തില്ല, അതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ ഞാൻ വെച്ചത്. ഞാനത് വീഡിയോയിൽ കൊടുത്തിട്ടില്ല. അത് കുറച്ച് ലേറ്റായിട്ട് എടുത്തത് വാങ്ങിച്ചത് കൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത് അതിൻ്റെ ഫോട്ടോ. ആ ഒരു എണ്ണയാണ്, കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ കൈയെങ്ങാനും കൊണ്ട് പെട്ടെന്ന് ചീത്തയായാലും, കാരണം ഇത് വേറെ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ ചീത്തയാകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തത്. നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ബോട്ടിലാണ്. എണ്ണ നമുക്ക് പെട്ടെന്ന് കിട്ടാനും അതായത് എണ്ണ ചീത്തയാകാതെ അതിനകത്തൊന്നും പോകാതിരിക്കാനും പറ്റും. അപ്പോൾ ഗൈസ് ഇത്ര എണ്ണ ഉണ്ട്, എനിക്കൊന്നൊരു 1/4 ലിറ്ററിന് മേലുണ്ട് ഞാൻ കുപ്പിയിൽ ഒഴിച്ചത്. 1/4 ലിറ്ററിന് മേലുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായാലും ട്രൈ ചെയ്യുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു.